അപ്പോൾ മച്ചന്മാരെ നമ്മൾ ചായ കുടിച്ചിങ്ങനെ വരുമായിരുന്നു കേട്ടോ. ചായ അടിച്ച് വരുമ്പോൾ റോട്ടിലൊരു സാധനം കിടക്കണുണ്ട്, ക്രെഡിറ്റ് കാർഡാട്ടോ. 2032 വരെ ഉണ്ട് കേട്ടോ, പുതിയ കാർഡാണ്. റോട്ടിൽ വണ്ടി കയറി കിടക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓണർ പേര് റെന്നി ജിയോ വർഗീസ് എന്നാട്ടോ. 2032 വരെ ഉണ്ട് കാർഡ് വാലിഡിറ്റി. അപ്പം ഞാനിത് കുറേ ട്രൈ ചെയ്തു, ബാങ്കിലൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടണില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. ടാറ്റ ന്യൂ For card blocking, reporting unauthorized, fraud transaction and net banking, bank account, or UPI blocking, dial 1. If you are an existing customer of the bank, dial 2. If you wish to ഇത് നടക്കും തോന്നില്ല ഗൈസ്. അപ്പോൾ നമുക്കത് ബാങ്കിൽ കൊടുക്കാം, വേറെ വഴിയൊന്നും കാണാനില്ല. നമ്മുടെ ടൈം വേസ്റ്റായി. നോക്കാം നമുക്ക്. അപ്പോൾ മനുഷ്യന്മാരെ നമുക്ക് ഇന്നലെ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിയിരുന്നു കേട്ടോ റോട്ടിൽ നിന്ന്. അപ്പോൾ ഞാനത് ഇന്നലെ വണ്ടിയിൽ വെച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. കസ്റ്റമർ കെയർക്ക് കുറേ വിളിച്ചു, ഒരു 10 തവണയിട്ട് വിളിച്ചിട്ടുണ്ടാവും, പക്ഷേ കോള് കണക്റ്റാവണില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നമ്മളെ പനമ്പള്ളി ഇവിടെ എത്തിയപ്പോൾ HDFC ബാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ ഒരു അക്കൗണ്ട്, ആ പേരിലൊരു അക്കൗണ്ട് കിട്ടുന്നുണ്ട്, പക്ഷെ അതിൽ വിളിച്ചിട്ട് ബിസിയാണ്. അപ്പോൾ അത് റെഡി അവരുന്നത് തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് HDFC ബാങ്കിൽ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എല്ലാവരും അതിൻ്റെ ഓണറിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കട്ടോ. ക്രെഡിറ്റ് കാർഡൊക്കെ ആകുമ്പോൾ അതിൽ വൈഫൈ എനേബിളൊക്കെ ആണെങ്കിൽ നമുക്കത് കിട്ടുന്ന ആളെ കയ്യിലിരിക്കുന്ന പോലെ ഇരിക്കും, അപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളതിനൊന്നും നിൽക്കാതെ സാധനം സേഫായി എത്തിക്കാം. പിന്നെ ആ ഒരു കാർഡിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിലൊരു നമ്പറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നു, നമുക്ക് ഡയറക്റ്റ് വിളിക്കാമായിരുന്നു. അതിന് നമ്പറൊന്നും ഉണ്ടായില്ല, അതാണ് പറ്റിയത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മച്ചന്മാരെ നമ്മൾ HDFC ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാറ്. അപ്പോൾ അവർ പറഞ്ഞു അവിടെയുള്ള അക്കൗണ്ടിലുള്ള ആൾ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് അത് കൊറിയർ വഴി അയച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളത് ഓണറുടെ കയ്യിലേക്ക് തന്നെ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡൊക്കെ ആരെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ അത് പരമാവധി തിരിച്ചെത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്.